ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു ഫീലിങ്സ് എന്താണ് അവരുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ ഒരു സാഹചര്യം എന്താണെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് മെസ്സേജ് എന്താണെന്നുള്ളതും കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന തരത്തിലാണുള്ളത്. അതായത് ഇവർ വളരെയധികം മെച്ചുറായിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ ഈ ഒരു പേഴ്സൺ അത്രയും ഒരു മെച്യൂരിറ്റി കാണിച്ചിരുന്നോ എന്നുള്ളത് അറിയില്ല. പക്ഷേ കറൻ്റ്ലി ഈ ഒരു വ്യക്തി വളരെ മെച്ചുറായിട്ട് കാര്യങ്ങൾ കാണുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു മനസ്സമാധാനം വേണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്നർ പീസ് ഇവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്വസ്ഥത വേണം. ആദ്യമേ തന്നെ ഒരു സ്വസ്ഥതയും സമാധാനം നമുക്ക് തന്നെ ഉണ്ടാവണം എന്ന് നമ്മൾ പറയല്ലോ. ആ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാനസികമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഈ ഒരു പേഴ്സണ് ഒരുപാട് സ്നേഹമുണ്ട്. മനസ്സ് നിറച്ച് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട്. സ്നേഹം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ, അല്ലെങ്കിൽ അവർ അനുഭവിച്ച് പോന്നിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ആയിരിക്കാം അവർക്കൊരു സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പഴയതുപോലെ ഓൺ ആവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷനിലായിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം. ഇനി നിങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സൺ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളെ ഒന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അർത്ഥം മുറിച്ച് പോലെ അത് പറഞ്ഞെന്നും വരാം. കാരണം കൂടുതൽ ഒരു കെട്ടുപാടിൽ ചെന്ന് പെടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കാത്ത ഒരവസ്ഥയിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവർ വളരെ മെച്ചുറായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പല കാര്യങ്ങളും ഒരു വില്ലനായിട്ട് കടന്നു വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാതിരിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പോവാതിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനെ പൊയ്ക്കൂടാ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോ നിങ്ങൾക്കിടയിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടായെന്നും വരാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പറയാം. അതായത് തീർച്ചയായിട്ടും പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ഓവർകം ചെയ്യാനും ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളും ഒക്കെ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കാം. ഈ ഒരു പേഴ്സണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സഹിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടൊക്കെയുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവരുടെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ ഒരു കെട്ടുപാടിനകത്താണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്നെല്ലാം റിലീസ് ചെയ്ത് ഒരു മനസ്സമാധാനത്തിലേക്ക് വരണം. എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മൊത്തം ബാലൻസിങ്ങും പോകുന്ന തരത്തിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് സ്വസ്ഥവും സമാധാനവുമായിട്ട് ഒന്ന് ശ്വാസം വിടട്ടെ, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടട്ടെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇരിക്കാനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് ഇമോഷൻസും സ്നേഹവും ഫീലിങ്സും എല്ലാം ഉണ്ടായിട്ട് പോലും അതെല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ കുറച്ച് റഫായിട്ട് പെരുമാറിയെന്ന് വരാം. അതായത് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ പുന്നാരിക്കാനോ അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറാനോ വളരെ കൂളായിട്ട് ഇടപഴകാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. കാരണം ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. അത് മാത്രമല്ല,
ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു മാർഗം ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല എങ്ങനെയാണ് ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യേണ്ടത് എന്ന് ഈ ഒരു വ്യക്തിക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു മാർഗം കിട്ടിയിട്ടില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഒരു ക്ലാരിറ്റി ആവശ്യപ്പെട്ടതായിട്ടാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഇത്തരത്തിലായതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില സത്യങ്ങൾ തുറന്നു പറയാൻ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കണം, ഇങ്ങനെ പോയാൽ പോരാന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റിയോ ഒക്കെ നിങ്ങൾ ഇതിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കുറച്ച് എടുത്തുചാട്ടമുള്ളൊരു പേഴ്സണായിട്ടാണ് ഇവർ നിങ്ങളെ കാണുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് എടുത്തുചാട്ടമുണ്ട്, അല്ലെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്തൊരു പേഴ്സണാണ് എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു ഫൂളിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഒന്നും നോക്കാതെ പെട്ടെന്ന് എടുത്ത് ചാടുക, അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഒട്ടും ക്ഷമയില്ലാതെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോഴെങ്കിലും നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നുണ്ടാവില്ല. എന്തെങ്കിലും ഒരു തീരുമാനമോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വേണം എന്ന് പിടിവാശി പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ തന്നെ കൊണ്ടുപോകണം, എന്ത് പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിലും എന്നുള്ള ആ ഒരു വാശിയിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എടുത്തുചാട്ടം നിങ്ങൾക്കുള്ളതായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എന്തൊക്കെയോ ക്ലാരിറ്റി ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇനി ഒരു ക്ലാരിറ്റിയിൽ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ള ഈ ഒരു പേഴ്സൻ്റെ ചിന്താഗതിയോ ആവാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണോട് നിങ്ങൾ ക്ലാരിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ചിന്താഗതി അനുസരിച്ച് എത്ര പേർക്ക് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കൂടുതലൊരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ള തീരുമാനം വേണം, അല്ലെങ്കിൽ ഇത് തുടരണോ വേണ്ടയോ എന്നാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവുന്നത്. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനകത്ത് ഉള്ളിൽ തട്ടി കാര്യങ്ങളല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവശാലാണ് ഈ ഒരു പേഴ്സൺ അങ്ങനെ സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം സ്നേഹമുണ്ട്. പക്ഷെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവർ ഈ ഒരു തരത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഇത് നഷ്ടപ്പെട്ടോട്ടെ എന്ന് ചിന്തിച്ച് പോയിട്ടുള്ള ഒരു പേഴ്സൺ ഒന്നും അല്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ അതിനുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കൈവിട്ട് കാര്യങ്ങൾ പോയതുകൊണ്ട് മാത്രം മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു സാഹചര്യം മോശമാണ് എന്നുള്ള ഒരു കാര്യം മാത്രമല്ല, ഇവിടെ ഒരു മറ്റൊരു രീതിയിലും കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോ തരാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരു പ്രതീക്ഷ തന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വലിച്ചുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ എന്നിതെല്ലാം ശരിയാവുന്നോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു അഷുറൻസ് ആയിട്ട് തരേണ്ടതെന്നോ പോലും ഈ ഒരു വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിങ്ങളുടെ ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരുമിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ അതിൻ്റേതെല്ലാമായിട്ടുള്ള ഒരു ഇടപെടലായിരിക്കാം, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ നിസ്സഹായാവസ്ഥയിൽ മാറി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഇനി ഇതിനകത്തേക്ക് വീണ്ടും വലിച്ചിടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം തരാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു എടുത്തുചാട്ടമായിട്ടാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു ക്ലാരിറ്റി വേണമെന്ന് ചിലപ്പോൾ നിങ്ങൾ പിടിവാശി പിടിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളൊരു തീരുമാനമില്ലാതെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളൊരു മറുപടി ഇല്ല. പിന്നെ എന്തിനാ നിങ്ങളെ ഇതിനകത്തേക്ക് വലിച്ചിടണം? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്ത് ഇരുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള ആ ഒരു പേഴ്സൻ്റെ ചിന്താഗതിയായിരിക്കാം. കാരണം ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ പുറത്ത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ യാതൊരു ക്ലാരിറ്റിയും തരാൻ സാധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു മനസ്സമാധാനം ഇല്ലാതെ മനസ്സമാധാനം അന്വേഷിച്ച് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാണ് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു പേഴ്സൺ അറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സൺ ഇത്രയും മെച്യൂറായിട്ട് ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വളരെ ഈസി ഗോയിങ് ആയിട്ടൊക്കെ നടന്നിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ അമ്പരപ്പിക്കുന്നതായിരിക്കാം. പക്ഷേ
അവരുടെ ഒരു സാഹചര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അവരനുഭവിച്ച് വന്നിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇരുത്തുന്നത് അതുകൊണ്ടാണെന്നുള്ളത് പറയാം. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മാനസികമായിട്ട് ഇപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പകൽക്കിനാവ് കാണുക എന്നൊക്കെ പറയുന്നത് പോലെ ഓൾവേസ് ചിന്തിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ ആയിരുന്നെങ്കിൽ എന്നുള്ളതെല്ലാം മാനസികമായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇതിൽ നിന്ന് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ തരാനോ കഴിയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സിംഗിളായിട്ടുള്ള വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരായിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേറെ കല്യാണാലോചനകൾ വന്നിട്ടുണ്ടാവാം. വീട്ടുകാർ പറയുന്ന ആളെ തന്നെ വിവാഹം കഴിക്കണം എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ പ്രഷറിന് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഊരിപ്പോരാൻ കഴിയാത്ത തരത്തിൽ ആ ഒരു പേഴ്സണെ അതിനകത്ത് ടൈറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നില്ല, അതും അവർ ചെയ്യുന്നില്ല. നിങ്ങളുടെ അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്നിനും അവർക്ക് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതൊക്കെ എന്തായി തീരുന്നുള്ള ഒരു അഷുറൻസ് ഈ ഒരു വ്യക്തിക്ക് തന്നെ ഇല്ലാത്തത് കൊണ്ട് അവരെല്ലാ കാര്യങ്ങളും ഉള്ളിലടക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് തലക്കൊരു ഭ്രാന്ത് പിടിച്ച പോലത്തെ, അല്ലെങ്കിൽ അത്രയും ആ ഒരു ടെൻഷനും പേറിക്കൊണ്ട് നടക്കുന്ന, ഒരുപാട് ആങ്സൈറ്റി ആയിട്ട് നടക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അവരൊരു മനസ്സമാധാനം കിട്ടാനായിട്ട് അല്ലെങ്കിൽ വളരെ സ്റ്റേബിളായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിൾ മോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അവരിലേക്ക് ചുരുങ്ങുകയാണെന്നുള്ളത് പറയാം. സ്വയം നമ്മളിൽ തന്നെ നമ്മൾ ഒതുങ്ങുക എന്ന് നമ്മൾ പറയില്ല, ആ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ഭാരങ്ങളും എടുത്ത് തലയിൽ വെക്കുമ്പോഴാണ് ഒരു പ്രഷർ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളോട് മാത്രമല്ല ഇതിനകത്തൊരു തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിയോടും ഈ ഒരു പേഴ്സൺ വളരെ ഡിഫെൻസീവായിട്ട് തന്നെയായിരിക്കും പെരുമാറുന്നത്. അതായത് ആരോടും അധികം അറ്റാച്ച്മെൻറ്റിന് പോവാതെ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനവനിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് ഞാനേ ഉള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു കാടിനകത്ത് ഒറ്റപ്പെട്ടു പോയൊരു കുട്ടിയുടെ അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു തരത്തിലാണ് ആ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കാം ഇത് റെസനേറ്റ് ആവുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സണോട് ഇപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ക്ലാരിറ്റി ചോദിക്കുകയോ അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു കാര്യം നല്ല രീതിയിൽ അറിയാമായിരിക്കാം, ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. അവരൊരിക്കലും ഒരു ചതിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളത് നിങ്ങൾക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം അവരുടെ എഫോർട്ട് എടുത്തതാണ്. എന്നിട്ടും അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാരണം അവർക്കത് കഴിയാത്തതാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഒരു റീഡിംഗ് ആവാനാണ് നമുക്ക് ഇതിനകത്ത് കൂടുതലൊരു ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളോട് ഇവർ തുറന്ന് പറയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിലും എല്ലാം നമുക്കിവിടെ കാണാം, ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിന് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഡെഡായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു റീബർത്ത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു ഡ്രീംസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളൊരു പേഴ്സണാണ്. ഇപ്പോഴും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അവർ സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിന് മാറ്റം വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രോത്ത് ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേജ് മാറും എന്നൊക്കെയുള്ള ഒരു ആശ്വാസത്തിലാണ് ആ ഒരു പേഴ്സൺ പോയിരിക്കുന്നത്. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് തരാനായിട്ട് യാതൊരു അഷുറൻസും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര നാൾ കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറയാനോ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് മാത്രം അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സണുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അഷുറൻസോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോ ഒക്കെ സ്ട്രോങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും തരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ പ്രഷർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് വേദനയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്, നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇവർക്കറിയാം. അതുപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണും ഉള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങളും മനസ്സിലാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണ്. ഒരുപാട് സ്നേഹവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും അതെല്ലാം മനസ്സിനകത്ത് വെച്ച് അടക്കി പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. ആക്ഷനൊന്നും അവരെടുക്കുന്നതായിട്ട് കാണുന്നില്ല.
ആകെ അവർ ഒരു ഇന്നർ പീസിനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു മനസ്സമാധാനത്തിലേക്ക് വരാൻ, ഒരു സ്വസ്ഥതയിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഒറാക്കിൾ കാർഡ്സിൻ്റെ ഗൈഡൻസ് മെസ്സേജസ് ഉണ്ട്. അതെന്താണെന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇന്നർ പീസ് എന്നുള്ളൊരു കാർഡ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് ഹീലിംഗ് കയോസ് എന്നുള്ള കാർഡാണ്. ആൻഡ് ഫൈനലി ട്രൂത്ത് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ 2 പേർക്കും ഒരു ഹീലിംഗ് വേണ്ടതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് മാത്രമല്ല, നിങ്ങൾക്കും ആ ഒരു ഇന്നർ പീസ് ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഒരു മനസ്സമാധാനം നിങ്ങളുടെ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ 2 പേർക്കും ഒരു ഹീലിംഗ് ആണ് ആവശ്യം. അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുള്ള ആ ഒരു വേദനകൾ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് മനസ്സിന് ഒരു സമാധാനം കിട്ടേണ്ടുന്ന ഒരവസ്ഥയിലൂടെ 2 പേരും കടന്നു പോകേണ്ടതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതിന് ശേഷമാണ് നമുക്കിവിടെ ആ ഒരു ട്രൂത്ത് എന്നുള്ള കാർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇപ്പോഴുള്ള ഒരു അവസ്ഥ ഓവർകം ചെയ്ത് വളരെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സത്യം തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രൂത്ത്, അല്ലെങ്കിൽ അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സത്യം എന്താണോ അത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുറിവേറ്റ ഒരു മനസ്സുമായിട്ട് 2 പേരും, അതായത് വളരെ സങ്കീർണമായിട്ടുള്ള മനസ്സോടുകൂടി 2 പേരും നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ 2 പേരും ഇങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെ അത് തുടർന്നുകൊണ്ടിരിക്കും. കൂടുതൽ മുറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ 2 പേരും ഹീൽ ചെയ്യുമ്പോൾ 2 പേരും ആ ഒരു യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണോ അത് അംഗീകരിച്ച് നമ്മളൊരു മാനസികമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഇവിടെ ഹീലിങ്ങിന് ശേഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം സംഭവിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ പോലും കറൻലി ഒരു പേഴ്സണും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. പല പ്രതിസന്ധികളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാൻ പറ്റാതെയും, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ച് നടക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നാളെ മാറും, അല്ലെങ്കിൽ അത് നിങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. എങ്കിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു മാറ്റം സംഭവിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് റെസണേറ്റ് ആവുന്നുണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. ട്രിവാൻഡ്രം, ഒക്ടോബർ മന്ത്, ലെറ്റർ എം, കോഴിക്കോട്, നമ്പർ 27, ജൂൺ മന്ത്, ലെറ്റർ സി, ലെറ്റർ എ, എറണാകുളം, ഇടുക്കി, ലെറ്റർ എൽ, ജാൻവരി, ഭരണി നക്ഷത്രം, നമ്പർ 21, നവംബർ മന്ത്, നമ്പർ 16, സ്കോർപിയോ സോഡിയാക് സൈൻ, നമ്പർ 26, നമ്പർ 15, നമ്പർ 11, തൃശ്ശൂർ, ആൻഡ് ഫൈനലി ലെറ്റർ ടി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പും ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധിയിലാണോ? 2 പേർക്കും ഇഷ്ടമുണ്ടായിട്ടും നിങ്ങൾക്ക് 2 പേർക്ക് ഒരുമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണുമായിട്ട് പകർന്നു നിൽക്കുകയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.